നമസ്കാരം, അനസാണ്. നമ്മൾ മണാലി യാത്രയിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് ഇറങ്ങിയതാണ്. ഞാനിപ്പോഴാണ് ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. നമ്മുടെ ബേസ് വ്യൂ ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ. അതെ, നമ്മൾ വന്ന ബസ്സാണ് ഈ കാണുന്നത്. റിംഗ് ബസ്സിൻ്റെ വോൾവോയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അതെ, നല്ല തണുപ്പുണ്ട് കേട്ടോ. ബേസ് വ്യൂ റെസ്റ്റോറൻറ്റിൽ വന്ന് ഫുഡ് കഴിക്കാൻ വന്നതാണ്. അപ്പോൾ അവരൊക്കെ അപ്പുറത്തേക്ക് വാഷ്റൂമിൽ പോയിട്ടുണ്ട്. ഇവിടെ കഥ വന്നണ ഇവന് നമ്മളെ നാട്ടിലുള്ളതാ കേട്ടോ. ഇന്നലെ ഇവിടെ കിട്ടിയതാണ്. മറ്റോർക്കില്ല ചാടിച്ചോ. എണീച്ചത് അതെ കണ്ട് തണുപ്പം കണ്ട് അടിപൊളി, ഒരു രക്ഷയില്ല. നല്ല സുഖമുണ്ട്. ഇപ്പോൾ എനിക്ക് ഡ്രസ്സിനുള്ളിൽ ചൂടൊക്കെയുണ്ട്, പക്ഷെ കൈയും കാലൊക്കെ വരിച്ച്. നമ്മളിത് കിച്ചണിൽ കയറിട്ടു. ഇവിടെ നമ്മളെ പൊറോട്ടക്കും റൊട്ടിക്കും വേണ്ടിയിട്ട് മാവൻ കടിക്കുന്നു. ചലോ അവിടെ വ്യൂ പോയിന്റ് പോയി കണ്ടോ. ഓരോ ചായയും ഗുലാബ് ജാമുൻ അടിക്കാം. എങ്ങണ്ട് ഇവിടുത്തെ തണുപ്പ്? അടിപൊളി. തണുത്ത് പറിച്ച് ചൂട് ചായ ഗുലാബ് ജാമുൻ അടിക്കാം. ചൂടുള്ള ഗുലാബ് ജാമുൻ. അതെ, ആ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. ഒരു 10 മിനിറ്റ് കൂടി ഉണ്ടാവും, അപ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് ക്ലിയർ ആയിട്ട്. നമ്മൾ വന്ന ബസ് വോൾവോയുടെ റിംഗ് ബസ്സാണ്. അപ്പോൾ ഈ ഒരു ബസ്സിലാണ് ഇപ്പോൾ നമ്മൾ വന്നത്. ഇതിൽ സീറ്റ് നമ്പർ അതേ സെൻട്രലിലായിട്ടാണ് വരുന്നത്. നേരെ കയറിയിട്ട് നേരെ മണാലി പിടിക്കാം. നമ്മളിപ്പോൾ അങ്ങനെ മാൾ റോഡ് പെട്രോൾ പമ്പിൽ എത്തിയിട്ടുണ്ട്. ലഗേജ് എടുക്കുന്ന തിരക്കിലാണ്. വെയിറ്റ് ചെയ്യാം. അടിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ടല്ലോ. അടിന്ന് വെള്ളമൊക്കെ വരുന്നു. വെള്ളം വരുന്നുണ്ടെന്ന്. നമ്മൾ അവിടുന്ന് ആ ബസ് ഇറങ്ങിയിട്ട് നേരെ ഒരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. അതെ, ലഗേജൊക്കെ മുകളിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. എല്ലാവരും വണ്ടീൻ്റെ അകത്തുണ്ട്. ഇവിടുന്ന് എല്ലാവരും കയറിയിട്ട് നേരെ ഹോട്ടലിൽ കളിച്ചാൽ മതി. നമ്മളിപ്പോൾ അങ്ങനെ മല്ലു സിംഗിൽ എത്തിട്ടോ. ഇവിടെ നേരെ വന്നപ്പോൾ അതെ നമ്മുടെ മല്ലു സിംഗ്. അപ്പോൾ നമുക്ക് റൂം ഇട്ടിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. എത്രയായിരുന്നു നമ്പർ? എത്രയായിരുന്നു? 203. ഓക്കെ, 203 റൂം. അതെ, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. ശരിയായിട്ട് കയറാം. ഇവിടെ വെക്കാം, ലഗേജ് ഇവിടെ വെക്കാം, ക്യാമറ ഇവിടെ വെക്കാം, ലൈറ്റ് ഇടാം. ലൈറ്റ് പറയല്ലേ? ഇത് റൂം 3 ഇത് സെക്കൻഡ് റൂം. എല്ലാവർക്കും സോപ്പൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, അതെ ഡബിൾ കോട്ട്. ഇവിടെ ഡബിൾ കോട്ട് ഉണ്ട്, അവിടെയും ഡബിൾ കോട്ട്. ഇത് ത്രിബിളല്ലേ? ഇത് ത്രിബിളും ഡബിളും. ഓക്കെ, പുറത്തേക്കുള്ള വ്യൂ കാട്ടിത്തരാം. പുറത്തേക്കുള്ളൊരു വ്യൂ. നമുക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെ നേരെ നമുക്ക് റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഇവിടെ കുറേ മഞ്ഞ് മലകൾ ഈ ഒരു സൈഡിൽ കുറേ ആയിട്ട് കാണും. മേഘങ്ങളൊക്കെ നല്ല സെറ്റായിട്ടിരിക്കുക. നമ്മളങ്ങനെ റൂമിൽ നിന്ന് ഫ്രഷായി എല്ലാ സാധനങ്ങളും അവിടെയും ഇവിടെയൊക്കെ വാരി വലിച്ചിട്ട് നമ്മൾ നേരെ മാൾ റോഡിലേക്ക് പോവാം. ഇവിടെ എല്ലാവരും തണുത്ത് കുറച്ച് ജാക്കറ്റൊക്കെ ഇട്ട് പോകുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മാൾ റോഡ് പോവാം, അവിടുത്തെ കാഴ്ചകൾ ബാക്കി കാണാം. ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പൊടിയുണ്ട് കേട്ടോ. ജാക്കറ്റിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഫുള്ള് മഴ പെയ്തിട്ടേ. അവരിതാ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും നേരെ പോയി നോക്കട്ടെ. മഴ പൊടിയുന്നുണ്ട്. ഇനിയിപ്പോൾ സ്നോൻ്റെ എന്തൊരു ചാൻസ് ഉണ്ടാവില്ല. ഇപ്പോൾ സ്നോൻ്റെ സീസൺ കഴിഞ്ഞല്ലോ. അപ്പോൾ തണുപ്പായതുകൊണ്ടൊക്കെ സംസാരിക്കാനൊന്നും പറ്റില്ല കേട്ടോ. നേരെ മാൾ റോഡ് പോകും. ഇവിടെ ഇങ്ങനെ വന്നപ്പോഴേ ഇവിടെ ഒരു ജിപ്സി ഈ സെറ്റപ്പിൽ നമ്മൾ ഗൂർക്കയുടെ ഒരു ഡിസൈനിലൊക്കെ ആയിട്ട് മോഡിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ ജിപ്സി പണിയെടുക്കണ മാത്രമായിട്ടുള്ള സ്ഥലം. ഇവിടെ ഒരു ജിപ്സി പണി ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റായില്ലേ? എന്തായാലും അടിപൊളിയായി വണ്ടി ജിപ്സി. നമുക്ക് മല്ലൂസിൽ നിന്ന് മാൾ റോഡിലേക്ക് പോകുമ്പോൾ ഉള്ളൊരു നല്ലൊരു വ്യൂ ആണ് കേട്ടോ. ഇത് നേരെ എനിക്ക് തോന്നുന്നത് അടൽ ടണലിൻ്റെ അപ്പുറത്താണ് ഈ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതൊക്കെയാണ് ഇത്. ഇവിടെ കുറച്ച് നായക്കുട്ടികളൊക്കെ ഉണ്ട്. ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ച് ഹാൻഡ് മെയ്ഡ് ക്യാപ്പ്, ഗ്ലൗസ് കാര്യങ്ങളൊക്കെ കാണാം, കർഷീഫൊക്കെ. ഓക്കെ, ഇതും വെജിറ്റബിൾ മാർക്കറ്റാണ്. ഇവിടെ ഒരു റെഡിമെയ്ഡ് ഷോപ്പാണ്, ജെൻസിൻ്റെ ഒരു റെഡിമെയ്ഡ് ഷോപ്പുണ്ട്. പിന്നെ ഇവിടെ വിൻ്റർ ജാക്കറ്റുകളൊക്കെ സെല് ചെയ്യാനുള്ള വേറൊരു കടയുണ്ട്. പിന്നെ ബാഗ്സ്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് വരുന്നത്, മണാലി ഗവൺമെൻറ് ബസ് സ്റ്റോപ്പ് വരുന്നത്. HRTC ബസ് സ്റ്റാൻഡ് മണാലി. ഓക്കെ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ചാർലി ടൈപ്പ് ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, ഇത് ഫുള്ളും ലേഡീസിൻ്റെ സെക്ഷനിലാട്ടോ. ഫുള്ളും ഈ കാണുന്നത് ഫുള്ളും ലേഡീസ് ടൈപ്പുള്ളതാണ്. ജെൻസിൻ്റെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം. क्या बेच रही? ഇവിടേക്ക് വന്നപ്പോൾ നമുക്കൊരു പ്രയർ വീലുണ്ട് കേട്ടോ. ഇങ്ങനെ കറക്കി അപ്പോൾ ഇവിടുത്തെ ഒരു ആചാരമാണ് ഇങ്ങനെ കറക്കുന്നത്. ഫുള്ളും കറക്കുക, അറ്റം വരെ പോവാട്ടോ. ഇവിടെ ഈ ഒരു മൊണാസ്ട്രീൻ്റെ ഇവിടെ വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ട് അപ്ലോഡ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. എന്തായാലും ഇപ്പം തന്നെ വീഡിയോ ഒരു 10 മിനിറ്റിൻ്റെ അടുത്തോളം ആയി. 15 മിനിറ്റിൻ്റെ അടുത്തുണ്ട്. അത് നമ്മൾ ആവശ്യമില്ലാത്ത കട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റിൽ ഒതുക്കും. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളുമാണ്. അപ്പോൾ ഇതിനും നല്ല കിള്ളം കാഴ്ചകളായിട്ട് നാളെ നമ്മൾ മഞ്ഞിലൊക്കെ കളിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ വരുമായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക.